നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി വരുന്നുണ്ട് കേട്ടോ. അധികം ആൾക്കാർക്ക് പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഷോറൂമിലേക്ക് പുതിയൊരു വാഹനം എടുക്കാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് വാഹനം കിട്ടുക. അപ്പൊ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? TP നമ്പർ എടുക്കുക. അതായത് ടെമ്പററി പെർമിറ്റില് നമ്മൾ നമ്പർ എടുക്കും. ആ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആദ്യ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം വരെ കാലാവധി ഉണ്ടായിരുന്നു. ആ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ബോർഡ് വെച്ചിട്ട് നമുക്ക് പോകായിരുന്നു. ഇപ്പൊ അത് 45 ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഇത് 2 ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരാം. ഒന്നാമത്തേത് പെട്ടെന്ന് പോയിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്പർ എന്ത് ചെയ്യണം? മാറ്റണം. രണ്ടാമത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫാൻസി നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫാൻസി നമ്പർ കിട്ടാൻ ചുരുങ്ങിയത് ഒരാഴ്ചന്റെ കൂടുതൽ നമുക്ക് എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 45 ദിവസം നമ്മൾ കാത്തു നിൽക്കണം. നമ്മളൊരു 30 ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം. എല്ലാത്ത പക്ഷം നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ വരുന്ന സമയത്ത് നമുക്ക് 45 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3000 രൂപയാണ് നമുക്ക് എന്ത് വരിക? ഫൈന് വരിക. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് അറിയാതെ പോകരുത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്